ഏതൊരാൾക്കിത്ര സ്നേഹം ഈ ഭൂമി നൽകി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിൽ ഒരിക്കൽ ഒരു ജൂതനായ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, നബിയെ ഒരു 30 വെള്ളി കടം തരുമെന്ന് ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂൽ ലോകത്തെ സ്നേഹം പഠിപ്പിച്ച നേതാവാണ്, കരുണ പഠിപ്പിച്ച നേതാവാണ്, എല്ലാ മതക്കാരെയും സഹായിക്കണമെന്ന് പഠിപ്പിച്ച നേതാവാണ്. ഒരു ജൂതനും അറിയാം മുത്തുനബിന്റെ അടുത്ത് പോയാല് വെറുതെ ആവൂല. അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, ഞാൻ ബുദ്ധിമുട്ടാണ്, ഒരുപാട് വിഷമത്തിലാണ്, ഒരു 30 വെള്ളി കടം തരുമോന്ന് ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ കൊടുക്കും മുത്തുനബി. അവിടെ മതമൊന്നും നോക്കൂല, സഹായിക്കാൻ പറ്റണോലൊക്കെ സഹായിക്കും. അതാണ് ഇസ്ലാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ റസൂല് സഹായിക്കാൻ പറ്റണോലൊക്കെ സഹായിക്കും. ഇവിടെ മതം നോക്കൂല, ഇവിടെ ജാതി നോക്കൂല, എല്ലാരും മുത്തുനബി സഹായിക്കും. പക്ഷേ ഹബീബിന്റെ കയ്യിൽ കൊടുക്കില്ല. പക്ഷേ ഒന്ന് ചോദിച്ച ഒരാൾ എങ്ങനെ മടക്കുക? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മനുഷ്യ നീ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉസ്മാനോട് പോയിട്ട് പറ, ഞാൻ പറഞ്ഞതാണ് ഒരു 30 വെള്ളി തരാൻ, ഞാൻ പറഞ്ഞതാണ് ഒരു 30 വെള്ളി തരാൻ. പോയി പറ. അവസാനം പോയിട്ട് പറഞ്ഞു, ഈ മനുഷ്യൻ പോയി ജൂതൻ പറഞ്ഞു, ഉസ്മാനെ മുഹമ്മദ് ഒരു 30 വെള്ളി തരാൻ പറഞ്ഞിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആര് പറഞ്ഞു? ഉടൻ പറഞ്ഞു, മുഹമ്മദ് പറഞ്ഞു. വീണ്ടും ചോദിച്ചു, ആര് പറഞ്ഞു? ഇയാള് പറഞ്ഞു, മുഹമ്മദ് പറഞ്ഞു. വീണ്ടും ഉസ്മാൻ, ആരാ പറഞ്ഞത്? ഇയാള് പറഞ്ഞു, മുഹമ്മദ് പറഞ്ഞു. വീണ്ടും ചോദിച്ചു, ആരാ പറഞ്ഞത്? മുഹമ്മദ്. ആര് പറഞ്ഞു? മുഹമ്മദ്. ആര് പറഞ്ഞു? മുഹമ്മദ്. ആര് പറഞ്ഞു? ഇയാള് മുഹമ്മദ്. അവസാനം ഇയാൾ കണ്ട് റൈസായി, ഇയാൾക്ക് ചൂടായി. അടുത്ത മനുഷ്യന്മാരോട് അങ്ങനെയാണല്ലോ, എത്ര പറഞ്ഞാലും മനസ്സിലാകാൻ മനുഷ്യൻ ചൂടാവൂലേ? പണ്ടൊരാൾ പറഞ്ഞാൽ എനിക്ക് ദേഷ്യമൊന്നും പിടിക്കൂല അറിഞ്ഞാൽ, നല്ല മനുഷ്യനായി ചമഞ്ഞ് എനിക്ക് ദേഷ്യമൊന്നും പിടിക്കൂല അറിഞ്ഞ്. അപ്പൊ ഈ കേട്ട ആൾ ചോദിച്ചാൽ എനിക്ക് ദേഷ്യം പിടിക്കൂല? ഇല്ല, എനിക്ക് ദേഷ്യം പിടിക്കൂല. തീരെ പിടിക്കൂല എന്നല്ലേ അറിഞ്ഞേ? അപ്പൊ തീരെ പിടിക്കൂലെന്ന് ഉറപ്പായി എന്ന് പറഞ്ഞ മാതിരി ഇയാൾ ആര് എന്ന് ചോദിച്ചപ്പോ പലവട്ടം പറഞ്ഞപ്പോ ഇയാൾക്ക് ചൂടായി. ഇയാൾ ആളെ കളിയാക്കുക? റളിയല്ലാഹു പറഞ്ഞ ആളെ കളിയാക്കിയതല്ല, നിന്റെ നാവിലൂടെ എന്റെ നേതാവിന്റെ പേര് വരുന്ന കണ്ടപ്പോ അത് കേൾക്കാനും കേട്ടിരിക്കാനും വല്ലാത്ത രസം തോന്നിപ്പോയി. അതുകൊണ്ടത് വീണ്ടും കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചതാ. എന്റെ മുമ്പിൽ വെച്ച് എന്റെ നേതാവിന്റെ പേരിങ്ങനെ പറഞ്ഞ് എന്റെ മനസ്സിന് സന്തോഷം തരുമെങ്കിൽ ഞാൻ എന്റെ വെള്ളി മുഴുവനും തന്നോളാ. എന്നിട്ടും എന്റെ നേതാവിന്റെ പേര് പറഞ്ഞ് എന്നെ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ തോട്ടം മുഴുവനും നിനക്ക് നൽകാം. എന്നിട്ടും നീ എന്നെ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ ഞാൻ നിന്റെ അടുക്കള ജോലി ചെയ്തു തരാം. റസൂലുള്ളാഹിന്റെ പേര് കേൾക്കാൻ കൊതിച്ച മഹാൻ അതാണ് ദുന്നൂറൈനി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. റസൂലുള്ളാഹിന്റെ 2 മക്കളെ കല്യാണം കഴിച്ച മഹാൻ, 2 മക്കളെ കല്യാണം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ മഹാനാണ് ഉസ്മാൻ. വറഅയ്തു അലാ ബാബിൽ ജന്നത്തി മക്തൂബൻ ബിസ്മി ഉസ്മാൻ, വറഅയ്തു അലാ സാക്കിൽ അർശി മക്തൂബൻ ബിസ്മി ഉസ്മാൻ, വറഅയ്തു അലാ ജനാഇഹി ജിബ്രീൽ മക്തൂബൻ ബിസ്മി ഉസ്മാൻ. ജിബ്രീലിന്റെ ജറകിലും അർശിന്റെ മുകളിലും സ്വർഗ്ഗത്തിന്റെ കവാടത്തിലും ഞാൻ ഉസ്മാനിന്റെ പേര് എഴുതി വെച്ചത് കണ്ടു എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഉസ്മാൻ മുത്തുനബിയുടെ പേര് കേൾക്കാൻ ഇഷ്ടപ്പെടുകയാണ്, പറയിപ്പിക്കാൻ ഇഷ്ടപ്പെടുകയാണ്, അത് ആസ്വദിക്കാൻ ആനന്ദം കാണുകയാണ്. മുഅ്മിനീങ്ങളെ, രക്ഷിതാക്കളെ, അതുകൊണ്ടാണ് പൂർവികരായ നമ്മളെ മുൻഗാമികൾ ഹബീബിന്റെ പേര് പറയാനും പറയിപ്പിക്കാനും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാനും പറയിപ്പിക്കാനും അതിൽ പങ്കെടുക്കാനും അത് ആസ്വദിക്കാനും വല്ലാതെ കൊതിച്ച മുൻഗാമികൾ. അത് റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിന്റെ പാരമ്പര്യമാണ്. അതിനാണ് നമ്മൾ മൗലൂദ് എന്ന് പറയാം. മുത്തനബിന്റെ കഥ പറയാ, ഹബീബിന്റെ മദ്ഹ് ഇങ്ങനെ ചൊല്ലിപ്പാടുക, അതിലിങ്ങനെ ആനന്ദം കണ്ടെത്തുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനാണ് മൗലൂദ് അറിയാം. ഞാൻ അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു കടലാസ് വായിച്ചപ്പോ ആ കടലാസ് കണ്ട്, മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. കടലാസിലെ ഞാനും വിചാരിച്ചു, പഠിച്ചോനെ എന്ത് പിരാന്താണ് ഈ പറയണത്? ഹിജ്റ 300 ശേഷം അപ്പൊ അടുത്തുണ്ടായതാണ് മൗലൂദ് എന്നോ? റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയലും അത് ആസ്വദിക്കലും അത് പറയലും പറയിപ്പിക്കലും ഹബീബിന്റെ കാലത്തുള്ളതല്ലേ, പിന്നെ എന്താ ഈ പറയണത് റബ്ബേ? അപ്പൊ നോക്കുമ്പോ എന്താ സംഭവം എന്നറിയോ? മഹാനായ തഴവ ഉസ്താദ് അവരുടെ ഒരു കവിതയുടെ 2 വരിയാണ്. അതിന്റെ മേൽഭാഗവും മുറിച്ചൊഴിവാക്കിക്കണ്, ഈ തായ് ഭാഗവും മുറിച്ചൊഴിവാക്കി. മേൽഭാഗവും തായ് ഭാഗവും മുറിച്ചൊഴിവാക്കിയാല് ഇതാണാ പെണ്ണാ തിരിയോ?
ആണോ പെണ്ണോന്ന് പോലും തിരിയില്ല. മേൽഭാഗവും തായ്ഭാഗവും മുറിച്ച് ഒഴിവാക്കിയാൽ. ജൂതന്മാരുടെ സ്വഭാവമായിരുന്നു അത്. ഓൽക്ക് ഇഷ്ടമുള്ള ഭാഗം മാത്രം മുറിച്ചെടുക്കുക. തൗറാത്തുനിന്ന് ഓൽക്ക് ഇഷ്ടമുള്ളത് മാത്രം മുറിച്ചെടുത്ത് ബാക്കിയുള്ളതൊക്കെ മറച്ചു വെക്കുക. ഇതായിരുന്നു ഇസ്ലാമിന്റെ ശത്രുക്കളുടെ അടിസ്ഥാന തന്ത്രം. ഇതന്നെ നടന്നത്. അതിന്റെ മേൽഭാഗവും മുറിച്ച് ഒഴിവാക്കികൾ, തായ്ഭാഗവും മുറിച്ച് ഒഴിവാക്കി. അപ്പുറം ഇപ്പുറം എന്താന്ന് മനസ്സിലാകാൻ ഇതെന്താന്ന് ആർക്കും മനസ്സിലാവോ? പണ്ട് ഞാൻ തമാശയൊക്കെ പറയാറുണ്ട്. പണ്ടൊരാള് വൈദ്യശാസ്ത്രം വായിച്ചപ്പോ പുസ്തകത്തിൽ കണ്ടല്ലോ, വാതരോഗത്തിന് ഇരുമ്പ് ചൂടാക്കി വെക്കുക. പുസ്തകത്തിൽ കണ്ടതാണ്. വൈദ്യശാസ്ത്ര വാതരോഗത്തിന് ഇരുമ്പ് ചൂടാക്കി വെക്കുക. ഇയാൾ ആ പുസ്തകം പൂട്ടിച്ച് പെരിയിൽ വന്നു. ചെറുപ്പക്കാരനാ. ഓൻ പെരിയിൽ വന്നപ്പോ ഉമ്മാന്റെ കാലിലുട്ടിന് വാദം. അവൻ പറഞ്ഞാലും അമ്മ, ഞാൻ ഇപ്പൊ വൈദ്യശാസ്ത്രം വായിച്ച് ചികിത്സ പഠിച്ച് വരിക, അവന്റെ ചികിത്സ നമ്മളെന്നെ റെഡിയാക്കി തരാം. ഓനൊരു കമ്പി എടുത്തു, അരമണിക്കൂർ അടുപ്പിൽ വെച്ചു, നേരെ കൊടുന്നാണ് ഉമ്മാന്റെ കാലിലുട്ടുമ്പോ ഒരൊറ്റ വെക്കല. അതോടുകൂടെ നാട്ടിലാകെ ചർച്ചയായി. ചില ചെറുപ്പക്കാരൊക്കെ പറഞ്ഞു, ഓൻ ചെയ്തു കൊടുത്ത് കുറച്ചൊക്കെ കാര്യം ഉണ്ടാവും, കാരണം ഓൻ പഴയ ഖുറാഫിയൊന്നുമല്ല, കുറച്ചൊക്കെ പഠിച്ചോനാണ്. ഓന്റെ താടിന്റെ നീട്ടം കണ്ടിയില്ലേ, നമ്മളെ പെരിയിൽ ഓന്റെ താടി കിട്ടിയാൽ മതി, വൈറ്റ് വാഷ് ചെയ്യാൻ പറ്റും, അതിനകത്ത് വലിപ്പമുള്ള ബ്രഷ് ആക്കാൻ പറ്റും. അങ്ങനത്തെ ക്വാളിറ്റിയിലാണ് ഓന്. ഓനൊക്കെ പറഞ്ഞത് മോശമാവോ? അപ്പൊ പറഞ്ഞോട് കുറച്ചൊക്കെ കാര്യം ഉണ്ടാവുന്ന കുറച്ച് വന്ന ബുദ്ധികൾ പറഞ്ഞു. പക്ഷെ തൻ്റെ ഉള്ള തലച്ചോറുള്ള ചെറുപ്പക്കാരും വയസ്സന്മാരൊക്കെ പറഞ്ഞു, മക്കളെ എത്ര താടി വളർത്തിയാലും എത്ര കോലം കിട്ടിയാലും നമ്മളെ വാപ്പാരും ബാപ്പാരുള്ള കാലത്ത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ചികിത്സയാണ്. അതുകൊണ്ട് ഓൻ പഠിച്ച കിതാബ് ഞമ്മക്കൊന്ന് നോക്കണം. അവസാനം ആ കിതാബ് കൊടുത്തു നോക്കുമ്പോ സംഭവം അതിലുണ്ട്. വാതരോഗത്തിന് ഇരുമ്പ് ചൂടാക്കി വെക്കുക അതിലുണ്ട്. പക്ഷേ ആ പുസ്തകത്തിന്റെ കവറ് പാവം നോക്കിയിട്ടില്ല. ആ പുസ്തകത്തിന്റെ കവറിന്റെ മുകളിൽ വലുതാക്കി എഴുതിയിരിക്കണ് നാക്കാലി ചികിത്സ. അത് ഈ നാക്കാലി കണ്ടില്ല. അവിടെയാണ് പ്രശ്നം. ഇയാളാ നാക്കാലി നോക്കാതെ പുസ്തകത്തിന്റെ നടുവിൽ നോക്കിയിട്ട് വാതരോഗത്തിന് ഇരുമ്പ് ചൂടാക്കി വെക്കുക. അമ്മാന്റെ അടുത്തേക്ക് ഇരുമ്പേറ്റ് വന്നാൽ ഇതാണെന്ന് ലോകത്തിന്റെ യുവാക്കളെ റസൂലുള്ളാഹിന്റെ മദ്ഹ് അടുത്ത് തുടങ്ങിയതല്ല. ലോകത്തിന്റെ നേതാവിന്റെ മഹാന്മാരായ സ്വഹാബത്ത് മുത്ത് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാനും പാടാനും കേൾക്കാനും ആഗ്രഹിച്ചവരാണ്, ഇഷ്ടപ്പെട്ടവരാ. നിങ്ങൾക്കറിയോ, ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു കാന യളഉൽ മിൻബറൻ ലി ഹസ്സാൻ ഫീ മസ്ജിദ് റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയില് ലോകത്തിന്റെ നേതാവതാ റസൂലുള്ളാഹി തന്നെ ഒരു സ്റ്റേജ് ഒരുക്കി കൊടുക്കുകയാണ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് സ്റ്റേജ് ഒരുക്കി കൊടുക്കുകയാണ്. അതിന്റെ മുകൾ കയറിയ ഹസ്സാൻ ഇബ്നു സാബിത്ത് റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടുകയാണ്. വാജ്മല മിൻക ലൻ തറഖത്തു ഐനി വഅഹ്സന മിൻക ലം തലിദിൻ നിസാഉ. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയെപ്പോലെ സുന്ദരനായ ഒരാളെ ലോകം കണ്ടിട്ടില്ല നബിയേ. അങ്ങയെപ്പോലെ നല്ലവനായ ഒരാളെ ഒരു ഉമ്മയും പ്രസവിച്ചിട്ടില്ല നബിയേ എന്ന് മദീന പള്ളിയിൽ നിന്നുകൊണ്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടുമ്പോ സദസ്സിൽ കേട്ടിരിക്കുന്നത് മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ചൊല്ലു മക്കളെ, മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂൽ സദസ്സിൽ കേട്ടിരിക്കുക. മുത്തനബിന്റെ മദ്ഹ് ഇങ്ങനെ പാടുമ്പോ, ഹബീബിന്റെ മദ്ഹ് ഇങ്ങനെ കേൾക്കുമ്പോ, ഇവിടെ ഹസ്സാൻ ഇങ്ങോട്ട് സാബിത്ത് ഇറങ്ങി വരുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ഇറങ്ങി ചെന്നിട്ട് ഹസ്സാനെ തലോടിയിട്ട് പറയാണ്, ബാറക്കല്ലാഹ്, അള്ളാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ ഹസ്സാനെ, ഷഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ടാ റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടി ദ്വാരുന്ന ഉത്തരം ഉണ്ടാവും എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് ചൊല്ലിയിട്ട് ദ്വാരുന്ന ഉത്തരമുണ്ടാകും. നമ്മളെ നാട്ടിലും പല നാടുകളിലും തലമത്തട്ടി എന്ന് പറയുന്ന രോഗം വന്നപ്പോ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അതിന് പറഞ്ഞു കൊടുത്ത ചികിത്സ റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടി ദ്വാരിക്കുക. അതാണ് മങ്കൂസ് മൗലിദ്. എന്താ കാരണം? അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പാടി ദുആ ചെയ്താൽ ആ ദുആ പടച്ച തമ്പുരാൻ തട്ടിക്കളയുന്നതല്ല. അള്ളാഹുവിനോട് ഹബീബിന്റെ മദ്ഹ് പറഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മളെ മുൻഗാമികളായ ഉമ്മമാരുപ്പമാര് എന്തുണ്ടെങ്കിലും മങ്കൂസ് മൗലിദ് നേർച്ചയാക്കും, ശറഫുൽ അനാം ചൊല്ലും, ബുർദ ബൈത്ത് ചൊല്ലും. എന്നിട്ട് നമ്മളെ വേദനകൾ അള്ളാഹിനോട് പറയുമ്പോ ആ പ്രശ്നത്തിന് പരിഹാരമാ. കേട്ടോളൂ, ഈ പറഞ്ഞ 2 വരിയുടെ മേൽഭാഗം കേട്ടോളൂ. അതുപോലെ അമലുൽ മൗലിദിൻ, അതിനാളുകൾ കൂടുന്നതെല്ലാം തന്നെയും സുന്നത്തുകൾ. അതുകൊണ്ട് അക്കൊല്ലം മുസീബത്തൊക്കെയും നീങ്ങുന്നതാണെന്നാണ് ഇബ്നുൽ ജൗസിയും
അള്ളാന്റെ റസൂലിന്റെ മദ്ഹ് പാടൽ സുന്നത്താണ്. അത് ചൊല്ലിയാൽ അവർക്ക് ആഫത്തുണ്ടാവൂല, മുസീബത്തുണ്ടാവില്ല. നബിക്കുള്ള മൗലുദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. കടം കൊണ്ട് വലയുന്ന ചെറുപ്പക്കാരാ, രോഗം കൊണ്ട് വലയുന്ന ആണേ പെണ്ണേ, വീടില്ല, വെളിച്ചമില്ല, ജീവിതത്തിൽ മനസ്സമാധാനമില്ല, കഷ്ടപ്പാടാണ്. എന്ത് വിഷമങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ഉമ്മമാരെ ഒരേ ഒരു ചികിത്സ, ഹബീബിന്റെ മദ്ഹ് പറഞ്ഞു ദ്വാരുന്നോളൂ, റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലി പ്രാർത്ഥിച്ചോളൂ. ഒരു മങ്കൂസ് മൗലിദെങ്കിലും മോദിയിട്ട് ഒറ്റക്കിരുന്നൊന്ന് കരമുയർത്തി നോക്ക്, അല്ലാഹു നമ്മളെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും കേട്ടോ. സല്ലല്ലാഹു അലൈഹി വസല്ലം.